കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്കൊരു പുതിയ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കാണുവാൻ, ദൈവവചനവുമായിട്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുവായ കർത്താവ് ഒരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രികാലം നാം സുഖകരമായിട്ട് ഉറങ്ങി. പുതിയ പ്രഭാതം കണ്ടുണരുവാൻ കർത്താവ് സഹായിച്ചു. സംഭവ ബഹുലമാകുന്ന ഒരു ലോകത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്ത ലോകം. ഇന്ന് നാം കേൾക്കുന്ന വാർത്തകൾ, വായിക്കുന്ന സംഭവങ്ങൾ ഒക്കെ മനുഷ്യനെ പലപ്പോഴും ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഇതൊക്കെ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. നമ്മുടെ കർത്താവ് എത്രയും വേഗം തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരാൻ പോവുകയാണ്. അവിടുത്തെ കാലിത അടുക്ക വാതിൽക്കലായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ, തിരുവചനം പഠിച്ച് വിശുദ്ധിയും വേർപാടുമുള്ളവരായിട്ട് മാറുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം അവകാശമാക്കാത്തവർ. കഴിഞ്ഞ 8 എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്നതിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവരാജ്യം അവകാശം ആക്കാത്തവർ എന്ന വിഷയത്തിന്റെ 9ാമത്തെ ഭാഗം. ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 6:34. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. ബാക്കി ശ്രദ്ധിച്ചോ. ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. മനുഷ്യൻ ഇന്ന് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വളരെ പുരോഗതി പ്രാപിച്ചു എന്ന് അഭിമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആധുനിക നാഗരിക സംസ്കാരത്തിൽ ഇന്നത്തെ പട്ടണങ്ങളുടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുന്ന ഒരുവൻ കോൺക്രീറ്റിലും ഗ്ലാസ്സിലുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള അമ്പരചുംബികളായ സൗധങ്ങൾ കണ്ട് അത്ഭുതം കൂറുമെന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പിരമിഡുകളുടെ ശില്പചാരുതയ്ക്ക് മുന്നിൽ ഇവ ഒന്നുമല്ല. ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യൻ ഉറ്റം കൊള്ളുന്നവനാണ്. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടക്കുകയാണ്. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പലതും ഉണ്ടായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലും ഇത് തന്നെയാണ് പറയുവാനായിട്ട് ഉള്ളത്. വിശുദ്ധനായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട പരിപാവനമായ സ്ഥാപനമാണ് കുടുംബം. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇന്ന് 21ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ആധുനിക കുടുംബ ബന്ധങ്ങൾ എങ്ങനെയിരിക്കുന്നു? വിശുദ്ധ വിവാഹമെന്ന ദൈവസ്ഥാപിതമായ ശുശ്രൂഷയിലൂടെ കുടുംബം ആരംഭിച്ച കുടുംബങ്ങൾ പലതും ഇന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. പലതും തകർച്ചയുടെ വക്കിലാണ്. ഇപ്രകാരം കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന പ്രധാനപ്പെട്ട വില്ലനാണ് ജാരശങ്ക. അതുകൊണ്ട് ആ തിരുവചനത്തിൽ വായിച്ചത്, ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളയ്ക്കുകയില്ല. സദൃശ്യവാക്യങ്ങൾ 27:4 നാം ഇങ്ങനെ വായിക്കുന്നു: ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? തിരുവചനം നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ചോദ്യം: ഏതു വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ എന്ത് വായിക്കുന്നു? ജഡത്തിന്റെ പ്രവൃത്തികളോ
ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. എന്താണ് ജാരശങ്ക? അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയായ ജാരശങ്കയെ കുറിച്ചാണ്. എന്താണ് ജാരശങ്ക? മൂലഭാഷയായ എബ്രായ ഭാഷയിൽ കിനാഹ് എന്നും ഗ്രീക്ക് ഭാഷയിൽ സീലോഹ് എന്നുമുള്ള പദങ്ങളാണ് ജാരശങ്കയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? വിവാഹിതയായ ഒരു സ്ത്രീക്ക് പരപുരുഷനുമായി ലൈംഗിക ബന്ധം ഉണ്ടെന്നുള്ള സംശയമാണ്. അതുപോലെ തിരിച്ചും, അതായത് വിവാഹിതനായ ഒരു പുരുഷന് മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധം ഉണ്ടെന്നുള്ള സംശയത്തിനാണ് ജാരശങ്ക എന്ന് പറയുന്നത്. ഇന്നത്തെ പല കുടുംബ ബന്ധങ്ങളും തകർന്ന് തരിപ്പണമാകാനുള്ള പ്രധാനപ്പെട്ട വില്ലനാണ് ഈ ജാരശങ്ക എന്ന് പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തി. ഇന്ന് വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ശരിയല്ലേ? ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അവിശ്വസ്തത കാണിക്കുന്ന കാലമായി ഇന്നത്തെ കാലഘട്ടം മാറിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ ഒരു ഭർത്താവിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കൂടെ ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കുക എന്ന് പറയുന്നത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമായിട്ട് മാറിയിരിക്കുന്നു. വൈവാഹിക ജീവിതത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് നാം ചോദിച്ചാൽ പഴയ തലമുറ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത് സ്ത്രീ അബലയാണ്, അവളെ രക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ, എല്ലാ കാര്യത്തിനും അവൾക്കൊരു പുരുഷൻ വേണം. എന്നാൽ സ്ത്രീക്കോ, എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അവന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുവാൻ, വസ്ത്രം അലക്കി കൊടുക്കുവാൻ, കുഞ്ഞുങ്ങളെ നോക്കുവാൻ, വീട്ടിലെ ആട്, പട്ടി, പശു, പൂച്ച എന്നിവയ്ക്ക് ആഹാരം കൊടുക്കുവാൻ, കുട്ടികളെ വളർത്തുവാൻ ഒരു സ്ത്രീ വേണം. ഇത് പഴയ സങ്കല്പമാണ്. എന്നാൽ ഇന്ന് കാലം മാറി, കാഴ്ചപ്പാടുകൾ മാറി, മനുഷ്യന്റെ ചിന്താഗതികൾക്കൊക്കെ മാറ്റം വന്നിരിക്കുന്നു. ഉദ്യോഗസ്ഥയും ശമ്പളക്കാരത്തിയുമായ ഒരു സ്ത്രീക്ക് വസ്ത്രത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഒരു പുരുഷനെ ആശ്രയിക്കേണ്ട കാര്യം ഇന്നില്ല. അതുപോലെ പുരുഷനും ആഹാരം പാകം ചെയ്യുവാനും വസ്ത്രം അലക്കുവാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുവാനും ഒരു സ്ത്രീയുടെ കാര്യമില്ല. കാരണം ഇന്ന് ആധുനിക സംവിധാനങ്ങൾ ലഭ്യമാണ്. അപ്പൊ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എന്ത് സംഭവിച്ചു? ആധുനിക സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റത്തിൽ പുത്തൻ സാംസ്കാരിക രീതികളും സമ്പത്തിന്റെ പുളപ്പുമൊക്കെ കുടുംബ ബന്ധങ്ങളുടെ ചിത്രം ഇന്ന് മാറ്റി വരച്ചിരിക്കുകയാണ്. ആധുനിക തലമുറ ഇന്ന് പുതുമ തേടിയുള്ള നെട്ടോട്ടത്തിലാണ്. സമ്പന്നതയുടെ മാദകത്വം കൂടിയായപ്പോൾ ധാർമ്മികതയുടെ അതിർവരമ്പുകളൊക്കെ ഇന്ന് ലംഘിച്ചുകൊണ്ടുള്ള ഓട്ടമാണ് ആധുനിക മനുഷ്യൻ. വിവേകത്തിന് പകരം പലപ്പോഴും വികാരം അവനെ ഭരിക്കുന്നു. മനുഷ്യജീവിതത്തിന്റെ ചുക്കാൻ ഇന്ന് ജഡത്തിന്റെ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് മനുഷ്യനെന്ന വശംവദനായി തീർന്നിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടാൽ എന്തു സംഭവിക്കും? റോമാലേഖനം അതിന്റെ 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, റോമർ 8:7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യൻ ജഡത്തിന്റെ പ്രവർത്തികൾക്ക് വശംവദനാണ്. വചനം പറയാണ്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവിക പ്രമാണത്തിൽ നിന്നകന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ? ഇന്ന് മനുഷ്യന് ദൈവിക ചിന്തകളുണ്ടോ? ഇന്നത്തെ തലമുറയ്ക്ക് ദൈവ വിചാരമുണ്ടോ? ഇന്ന് ദൈവമില്ലാത്തൊരു തലമുറ ഉദയം ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലും ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സസ്യശ്യാമളമായ താഴ്വീതികൾ ഉണ്ടായിരുന്ന സോതോമിലും, അതുപോലെ തന്നെ സമ്പന്നതയുടെ പുളപ്പിൽ മതിച്ച് പുളച്ച റോമിലും, പാശ്ചാത്യ രാജ്യങ്ങളിലും
നമ്മുടെ കൊച്ചു ചുറ്റുപാടുകളിലുമൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ജഡത്തിന്റെ പ്രവർത്തികൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയല്ലേ? നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നാണ് ജാരശങ്ക. വൈവാഹിക ജീവിതത്തിന്റെ പരിശുദ്ധിക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് സ്ത്രീ പുരുഷന്മാർ സ്വന്തം ജഡമോഹം നിവർത്തിപ്പാൻ പരസ്പരം ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ന് കുടുംബ ബന്ധങ്ങൾക്കൊക്കെ എന്തുമാത്രം ഭദ്രതയുണ്ട്. പല കുടുംബ ബന്ധങ്ങളും പെട്ടെന്ന് ശിഥിലമാവുകയാണ്. പുതിയ മെച്ചൽപ്പുറങ്ങൾ തേടി പുതിയ തലമുറ ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. തിരുവചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 6:34, ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു. സദൃശവാക്യങ്ങൾ 27:4, ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? അപ്പൊ ഇന്ന് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന വില്ലനാണ് ജാരശങ്ക. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ തിരുവചനം വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തി തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രം ശാരീരിക ബന്ധം പൂർണ്ണമായിട്ട് വേർതിരിക്കേണ്ടതാണ്. ശാരീരികമായും മാനസികമായും നാം വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരസ്ത്രീ പരപുരുഷ ബന്ധത്തെ തിരുവചനം നിശ്ചിതമായിട്ട് എതിർക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തില് സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. സദൃശവാക്യങ്ങൾ അതിന്റെ 5-ാം അധ്യായം 3 മുതൽ 5 വരെ. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു, അവളുടെ എണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. പരസ്ത്രീ പരപുരുഷ ബന്ധം തെറ്റാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ് വായിച്ചത്. എന്താണോ വായിച്ചത്? പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്ന് തേൻ ഇറ്റിറ്റു വീഴുന്നു, അവളുടെ എണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും ഇരുവായ്ത്തല വാൾ പോലെ മൂർച്ചയുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. അപ്പൊ പരസ്ത്രീ പരപുരുഷ ബന്ധം ഒരു മനുഷ്യനെ നരകത്തിലേക്ക്, പാതാളത്തിലേക്ക് നയിക്കുന്നതാണ്. വീണ്ടും സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 15 മുതൽ 17 വരെ. അവിടെ എന്താ വായിക്കുന്നത്? നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കാം. നിന്റെ ഉറവകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെ എന്നല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ്. നിന്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കാം. നിന്റെ ഉറവകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതിയിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെ എന്നല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട്. ജീവിത പങ്കാളിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒന്നാണ് ശാരീരിക ബന്ധം. വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ അത്തരം ബന്ധങ്ങൾ ഒരിക്കലും പാടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിന് ദഹിക്കാത്ത പലതുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് എന്തെല്ലാം തെറ്റായ രീതികളിലൂടെയാണ് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് പാർക്കുന്ന വൃത്തികെട്ട സംസ്കാരം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം ബോധിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സംസ്കാരം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നു, അവളുടെ കാലടികൾ മരണത്തിലേക്കും പാതാളത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശക്തമായി ഈ തെറ്റായ പ്രവണതയെ എതിർക്കുന്നു. കുടുംബജീവിതത്തിൽ നിന്നും നാം ആത്മീക ജീവിതത്തിലേക്ക് വന്നാലോ അവിടെയും ഇത് ബാധകമാണ്. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ? കുടുംബജീവിതത്തിൽ നിന്നും ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇതേ നിയമം നമുക്ക് ബാധകമാണ്. അവിടെയും നാം ജാരശങ്കയ്ക്ക് ഇടം കൊടുക്കരുത്.
അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു വാക്യമാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇപ്പൊ യേശുക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണ് ഞാനും നിങ്ങളും. അപ്പൊ നാം വേറെ പുരുഷനായാൽ അത് യേശുക്രിസ്തു എന്ന ഏക പുരുഷന് ഇഷ്ടമല്ല. ദൈവത്തിന് സ്തോത്രം. ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു. അതുകൊണ്ടാണ് ഇരമ്യ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞത്. എന്താ രേഖപ്പെടുത്തിയത്? ഇരമ്യ പ്രവചനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇരമ്യാവ് 3:14. വിശ്വാസ ത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. അപ്പൊ ദൈവം തമ്പുരാൻ എന്താ പറയുന്നത്? തന്റെ ജനത്തോട് പറയുകയാണ്, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലെ മടങ്ങി വരിക, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഈ വാക്യം വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ പറയുന്നു. ഞാനല്ലയോ നിങ്ങളുടെ ഭർത്താവ് എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുമ്പോൾ ഭർത്താവിനെ വിട്ട് പരസംഗം ചെയ്യുന്നവളായി സഭ ആകുന്ന സ്ത്രീ എന്ന് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നാം ദൈവ വഴി വിട്ട് വേറെ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ഭർത്താവിനെ വിട്ടിട്ട് നാം പരസംഗം ചെയ്യുന്നവരായിട്ട് മാറുകയാണ്. ഇരമ്യാ പ്രവചനം അതിന്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇരമ്യാവ് 3:1. അവിടെ എന്താ വായിക്കുന്നത്? ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ? നീ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു, എന്നിട്ട് എന്റെ അടുക്കൽ മടങ്ങി വരുവാൻ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ആത്മീക ജീവിതത്തെക്കുറിച്ചായി പറയുന്നത് എന്താണ്? ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് മറ്റൊരു പുരുഷന്റെ ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ വീണ്ടും അവളുടെ അടുക്കൽ ചെല്ലുമോ? ഒരിക്കലുമില്ല. അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ? നീ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു. അപ്പൊ തന്റെ ജനത്തെ നോക്കി ദൈവം പറയുകയാണ്, നീ പല പുരുഷന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തെ വിട്ടിട്ട് നാം മറ്റ് ദൈവങ്ങളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നാം തെറ്റായ ആരാധനകളിലേക്ക് പോകുമ്പോൾ നാം പരസംഗം ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്ന ഏക പുരുഷനായ ഭർത്താവിനെ വിട്ടിട്ട് നാം പിശാചെന്ന മറ്റൊരു ഭർത്താവിന് അടിമയാകുമ്പോൾ നാം പരസംഗം ചെയ്യുകയാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, നാം ദൈവകൽപ്പനകളെ അനുസരിക്കാതെ ദൈവവചനത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നാം യേശുക്രിസ്തു എന്ന അരിമ മണവാളനെ വിട്ടിട്ട് പിശാചെന്ന മണവാളന്റെ മണവാട്ടിയായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നാം പരസംഗത്തിൽ ജീവിക്കുന്നവരാണ്. ആത്മീയമായ പരസംഗം. അപ്പൊ നാം ദൈവത്തെ വിട്ട് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ നാം പരസംഗം ചെയ്യുന്നവരാണ് എന്ന് തിരുവചനം പറയുന്നു. യെഹെസ്കേൽ പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുന്നു. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 32-33 വാക്യങ്ങൾ. യെഹെസ്കേൽ 16:32-33 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശ്യാസ്ത്രീകൾ സമ്മാനം വാങ്ങുന്നു. നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം കൊടുക്കുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് 4 പുറത്തു നിന്നും നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ തന്റെ ജനത്തെ നോക്കി ദൈവം തമ്പുരാൻ പറയുകയാണ്, ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശ്യാസ്ത്രീകൾ സമ്മാനം വാങ്ങുന്നു. എന്നാൽ നീയോ നിന്റെ സകല ജാരന്മാർക്ക് സമ്മാനം കൊടുക്കുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് 4 പുറത്തു നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ തന്റെ ജനം ആകുന്ന ഇസ്രായേൽ തന്നെ വിട്ടിട്ട്
അന്യ ദൈവങ്ങളിലേക്ക് തിരിയുമ്പോൾ അവർ പരസംഗം ചെയ്യുന്നവരാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാട്ടിയാണ്. അങ്ങനെയുള്ള നാം യേശു ക്രിസ്തു എന്ന ഏക പുരുഷനെ വിട്ട് പരസംഗം ചെയ്യുന്നവരാണോ? അതായത് പിശാച് എന്ന ഭർത്താവിന് കീഴ്പ്പെട്ട് പിശാചിന്റെ മോഹങ്ങൾക്കനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് വശംവദരായിട്ട് ജീവിക്കുന്നവരാണോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു, ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക പുരുഷന് അത് ക്രോധഹേതുവാകുന്നു. മാനുഷിക ജീവിതത്തിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റു ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പോലെ, നമുക്ക് ക്രോധമുണ്ടാകുന്നത് പോലെ, യേശു ക്രിസ്തു എന്ന ഏകപുരുഷനെ വിട്ടിട്ട് നാം പിശാചെന്ന പുരുഷന്റെ അടുക്കലേക്ക്, തെറ്റായ ആരാധനകളിലേക്ക്, തെറ്റായ പ്രവൃത്തികളിലേക്ക്, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ജീവിക്കുമ്പോൾ നാം പരസംഗത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തിൽ പറയട്ടെ, വചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ വിശുദ്ധ വേദപുസ്തകം വളരെ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന കാര്യമുണ്ടെന്നാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഏത് വക പ്രവർത്തിക്കുന്നവർ? ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. കർത്താവേ, ജഡത്തിന്റെ പ്രവൃത്തികളോട് വിട പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലമുള്ളവരായി സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എത്ര പേർ തീരുമാനമെടുക്കും, ഞാൻ ജഡത്തിന്റെ പ്രവൃത്തികളോട് വിട പറഞ്ഞിട്ട് ആത്മാവിന്റെ ഫലമുള്ളവരായിട്ട് മാറുവാൻ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു? തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നമ്മെ മാനിക്കും, ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ വിടുവിക്കും, അവിടെ നമ്മെ സൗഖ്യമാക്കും. എന്നാൽ നാം പരസംഗത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് നല്ല തീരുമാനത്തോടെ യേശു ക്രിസ്തു എന്ന ഏക പുരുഷന്റെ നിർമ്മല കന്യകയായിട്ട് മാറുവാൻ തീരുമാനമെടുക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവ് ഇന്ന് അടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. ജാരശങ്ക പുരുഷന് ക്രോധ ഹേതുവാകുന്നു എന്നും ജാരശങ്കയുടെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നും ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മണവാട്ടിയാണ് ഞങ്ങളെന്നും കർത്താവ് അടികളെ കേൾപ്പിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, അടികളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ, വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ ഇന്ന് പരസംഗത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും അടിയനെ കേൾക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിട്ട് മാറുവാൻ പ്രിയമക്കളെ എല്ലാം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുറവുകള്, ബലഹീനതകളൊക്കെ കർത്താവ് ക്ഷമിക്കണമേ. ഇന്ന് കർത്താവെ, ഇന്ന് അടിയെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കണ്ണുനീരിലും ഞെരുക്കങ്ങളിലും കടബാധ്യതകളിലും ജീവിതത്തിന്റെ ആകുലതകളിലും മാനസിക സംഘർഷങ്ങളിലും ഒക്കെ ഉള്ളവരുണ്ടല്ലോ. അവരെക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കളോട് മനസ്സലിയണമേ, അവരുടെ ഭാരങ്ങൾ മാറ്റിക്കൊടുക്കണമേ. അവരുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലത്തിലാണെങ്കിലും ആ പ്രതികൂലങ്ങളെ മാറ്റി അനുകൂലമാക്കുവാൻ അവിടുന്ന് സർവശക്തനായിരിക്കാൻ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. ദൈവവചനത്തിൽ ഓരോ ദിവസവും വളരുവാൻ ഇത് നമ്മെ സഹായിക്കട്ടെ. യൂട്യൂബിലും കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനം നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം?
ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.